ask laska emo ay ast liebe ahaba bolinga cinta ishq mile love kadal preeti pyaro prati maatalonu preme ప్రేమనే తోటలో వేల మాటల్ని కోసా ప్రేమగా వాటితో పూల చెండొకటి చేశా అందుకో నెచ్చని నీకిదే కానుక ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു മാഹി. നീ ഇത് എപ്പോ വന്നു? ഇതെന്താ പെട്ടെന്ന്? വന്നതേ ഉള്ളൂ. നേരെ നിന്റെ അടുത്തേക്കാ. നമുക്ക് ഒരുമിച്ച് വീട്ടിലേക്ക് പോവാന്ന് വെച്ചു. ഇതാമിയല്ലേ നമ്മുടെ ജൂനിയർ ആയിട്ട് പഠിച്ചേ? താനെന്താ ഇവിടെ? ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നേ. ആമി കഴിഞ്ഞില്ലേ? നമുക്കെന്നാ പോയാലോ? ആ ഇതാടാമി നിന്റെ ഫ്രണ്ടാണോ? അല്ല, ബോയ് ഫ്രണ്ടാ. കൊള്ളാല്ലേ അവര് തമ്മില് നല്ല ചേർച്ചയുണ്ട്. എനിക്കങ്ങനെ തോന്നുന്നില്ല. അല്ലേലും ഈ മാഹിക്ക് ഇങ്ങനത്തെ കാര്യം ഒന്നും നോക്കാൻ അറിയില്ല. നീ പൊക്കോ, എനിക്ക് കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കണം. സൂര്യ പ്ലീസ്. സോറി മോളെ, നീ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. ഇനി ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എവിടേക്കും പോവില്ല. കരയാൻ തോന്നിയാ കരഞ്ഞു തീർക്കണം. ഇങ്ങനെ വെറുതെ പിടിച്ചിരുന്നിട്ട് കാര്യമില്ല. എന്താണ് എപ്പോഴും എനിക്ക് മാത്രം ഇങ്ങനെ? സാറിവിടെ ഉണ്ടായിരുന്നോ? ഇങ്ങോട്ടേക്ക് കണ്ടിട്ട് കൊറേ ആയല്ലോ. എന്തുണ്ട് വിശേഷം? എന്ത് പറ്റിയടാ? അവൾ എഴുന്നേറ്റില്ലേ? ഇല്ലമ്മേ, അവക്ക് വയ്യ, ഇന്ന് പോകുന്നില്ലെന്ന് പറഞ്ഞ്. അയ്യോ, പെട്ടെന്ന് എന്ത് പറ്റി? ഞാനൊന്ന് പോയി നോക്കട്ടെ. അല്ല, അന്നേന്തേ? അവള് പതിവില് നേരത്തെ പോയിട്ടുണ്ട്. ഇന്ന് ആരുടെ മെക്കിട്ട് കയറാനാണോ എന്തോ. എലീസ, ഞാൻ ഫ്രീ ആണോ? അങ്ങനെ ചോദിച്ച അല്ല, പക്ഷെയാണ്. ഓ, എങ്കിൽ താൻ ഫ്രീ ആവുമ്പോ പറ, ഞാനിപ്പോ വരാം. എന്റെ ഫ്രീ ആവൽ നോക്കിയിരുന്ന ഡോക്ടർ ആ സമയം ബിസി ആയിരിക്കും. അതുകൊണ്ട് വന്ന കാര്യം പറയുന്നതായിരിക്കും എന്തുകൊണ്ട് നല്ലത്. അതെന്നേരം. എടോ, അത് പിന്നെ അന്വിയുടെ വല്ല കാര്യമാണെങ്കിൽ അതിലെന്നൊക്കെ ബെസ്റ്റ് അവനാണ്. ഏയ്, ഇതൊന്നുമല്ലടോ. ഞാൻ വേറൊരു കാര്യം പറയാനാ വന്നേ. എടോ, ഞാനൊരു ഫയല് തരാം.
അത് നോക്കിയിട്ട് ആളുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് അറിയാനാ. അതായിരുന്നു. ഞാൻ വേറെന്തോ വിചാരിച്ചു. ഡോക്ടർ അതിന് താ, ഞാൻ നോക്കിയിട്ട് പറയാം. എടാ വൈറസേ, ഞാനൊന്ന് വന്നേ, എനിക്ക് തന്നോട് സംസാരിക്കാം. താൻ പറഞ്ഞത് കേട്ടില്ലേ? ഒന്ന് വന്നേന്. ഓൾ ദ ബെസ്റ്റ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ആരെ? തന്നെയോ? അല്ല, ദൈവത്തെ. എന്നെ വിളിച്ചിട്ട് എന്താ കാര്യം? ഞാൻ ആ പരിസരത്തേ ഉണ്ടാവില്ല. തന്റെ ഈ മോന്ത കണ്ടോണ്ടിരിക്കാനാണോ എന്നോട് വരാൻ പറഞ്ഞേ? വൈറസേ, എന്നെ കണ്ടിട്ട് എന്തെങ്കിലും കുഴപ്പമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ ചോദിച്ചാ സത്യമെല്ലാം ഞാൻ വിളിച്ചു പറഞ്ഞാ നീ എന്നെ തല്ലോ. എന്നാലും ചോദിച്ചതല്ലേ. എവിടേക്കോ എന്തൊക്കെയോ കാര്യമായിട്ട് എന്നെ കുഴപ്പമുണ്ട്. അതിലും വലിയ കുഴപ്പമാണോ തനിക്ക് തന്നെ ചേട്ടന്മാർക്കും? എക്സ്ക്യൂസ് മീ, ആവശ്യമില്ലാത്ത കാര്യത്തിന് എന്റെ ചേട്ടന്മാരെ എന്തിനാ വലിച്ചയക്കുന്നത്? ആവശ്യമില്ലെന്ന് ആര് പറഞ്ഞു? തന്റെ ചേട്ടനല്ലേ മായിര്. അങ്ങേരാണ് എല്ലാ പ്രശ്നത്തിനും കാരണം. അത് പറ. ഇപ്പൊ പിടികിട്ടി നീ എന്തിനാ ഇപ്പൊ എന്നോട് ചാടിക്കിടിക്കുന്നതെന്ന്. തന്റെ ചേട്ടന്റെ ബന്ധത്തെ സുഖേടാണോ? ഒരാളെ ഇഷ്ടമല്ലെങ്കിൽ അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടത്, അല്ലാതെ ഇങ്ങനൊന്നും ചെയ്യുകയല്ല. ഇതിന് മാത്രം അവൻ എന്താ ചെയ്തത്? താനാ വീട്ടിൽ തന്നെയല്ലേ ഉള്ളത്, എന്നിട്ട് തനിക്ക് കാര്യമൊന്നുമില്ലേ? എന്റെ പൊന്നു ഗാർലിക്ക്. തന്റെ ഗാർലിക്കോ? സോറി, വല്ലവന്റെ ഗാർലിക്ക് പോരെ. എടോ, ഞാൻ ഇന്നലെ വീട്ടിൽ ചെന്നിട്ടില്ല. എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. വീട്ടിൽ ചെല്ലാതെ അവളെ എന്ത് തേങ്ങയാ നടത്തിയെന്ന് ഞാൻ എങ്ങനെ അറിയാനാ? അത് ഗണിച്ചറിയാനും മാത്രം എനിക്ക് കഴിവില്ല. അതെന്താ തനിക്കറിയാത്തെ? ഇതെല്ലാം അറിയണ്ടേ? ഗാർലിക്ക്, നീ ഇവിടെ ഇരിക്കേ. എന്നിട്ട് പറ, എന്താ പറ്റിയത്? ആമി പാവമാ. അവളിങ്ങനെ തുള്ളി നടക്കുന്നേ ഉള്ളൂ. ചെറിയ കാര്യം മതി അവക്ക് പെട്ടെന്ന് സങ്കടം വരും. തന്റെ ചേട്ടന് അവക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതെനിക്കറിയാം, ഞാനും കണ്ടിട്ടുള്ളതല്ലേ. പക്ഷേ എനിക്കിതിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് അവന്റെ ലൈഫാണ്, അവനാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. എന്നാലും എന്റെ ആമി, അവളെങ്ങനെ കാണാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. അവക്കൊന്നും പറ്റില്ല പോരെ. ചേടാ, തനിക്ക് എന്നെ വിശ്വാസമില്ലേ? ഇല്ല. അടിപൊളി. ഇതിപ്പോ ഞാൻ ആരായി? ഏട്ടാ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? നീ പൊക്കെ ഹർഷ, എനിക്ക് വേറെ പണിയുണ്ട്. ഏട്ടാ, എന്തുവാ പ്ലീസ്. ഡച്ചക്ക, നീ കയ്യിന്ന് മേടിക്കാതെ പോവാൻ നോക്ക്. എന്നെ ഓടിച്ചു വിട്ടിട്ട് ഇതിന് മാത്രം ചിന്തിക്കാനുള്ള കാര്യം എന്താണെന്നെല്ലാം എനിക്കറിയാം. അത് ആലോചിച്ചിരുന്നാൽ മാത്രം പോരാ, പ്രവർത്തിക്കുകയും കൂടെ വേണം. വാട്ട് യു മീൻ? എനിക്കങ്ങോട്ട് മനസ്സിലായില്ല. ഓ, ഇതിന് മാത്രം ഒരു കുറവില്ല. എടോ മനുഷ്യ, ഒരാളെ ഇഷ്ടമാണെങ്കിൽ അത് പ്രകടിപ്പിക്കണം, അല്ലാതെ ഉള്ളി വെച്ചുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല. അതെങ്ങനെയാ? പണ്ടേ അവക്കെന്നെ പിടിക്കത്തില്ല, പിന്നെയാ ഇപ്പോ. ഈ 148 ഐക്യം വെച്ചിട്ട് മാത്രം പെമ്പിള്ളാര് വളയുമെന്നാണ് വിചാരം. അത് തികച്ചും തെറ്റാണ്. പിന്നെ എന്താണാവോ സാർ ചെയ്യേണ്ടത്? സാറ് മുഴിഞ്ഞാലും അതെല്ലാം ഒരു കഴിവാണ്. ആ കഴിവനുസരിച്ച് വേണം ചെയ്യാൻ. ഇതെല്ലാം എങ്ങനെ നിനക്കറിയാവുന്നേ? അതിന് നിനക്ക് പെണ്ണൊന്നും ഇല്ലല്ലോ. പെണ്ണുണ്ടായിട്ടല്ലേ ഇതെല്ലാം അറിയുന്നത്. ഒന്ന് പോയടോ. ആഹാ, പറഞ്ഞു തരാമെന്നിപ്പോ കളിയാക്കുന്നോ? കളിയാക്കുന്നില്ല പോരെ, അത് വിട്. ഈ കാര്യം പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? ഓക്കെ, കം ടു ദ പോയിന്റ്. അല്ല, ഒരു മിനിറ്റ്. ഞാനിതെല്ലാം പറഞ്ഞു തരുന്നതിന് എനിക്കെന്താ ഗുണം? നിനക്കെന്ത് ഗുണം? ഒരു ചേട്ടന് പറഞ്ഞു കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. ഈ കാര്യം പറയടേർക്ക. ഓഹോ, ഭീഷണി നടക്കത്തില്ല മോനെ ചേട്ടാ. ആവശ്യം എൻ്റെ ആയി പോയി. ഇല്ലെങ്കിൽ ഞാനിവിടെ. നിനക്കെന്താ വേണ്ടേ? സിമ്പിൾ. അമ്മയോട് പറഞ്ഞിട്ട് എന്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ടൂർ പോകാൻ സമ്മതിക്കണം. പിന്നെ ഒരു 1000 ബക്സും. മുതലെടുക്കുവാണോ? ആണെന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. അപ്പോ എന്ത് പറയുന്നു? തരാം പോരെ? നിങ്ങൾ എന്തെടുക്കും ഇവിടെ? അയ്യോ ഏട്ടത്തി, ഞങ്ങളിവിടെ എന്ത്, ചുമ്മാ വെറുതെ. നീ ബുക്കോ.
എവിടെയാ? എന്തിനാടാ നിന്നല്ലേ വിളിക്കുന്നേ? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ അടുക്കളയിലെല്ലാം നോക്കിയല്ലോ, എന്നിട്ട് കണ്ടില്ല. അമ്മ ഇത് എവിടെ പോയതായിരുന്നു? ഞാൻ മുത്തശ്ശന്റെ അടുത്തായിരുന്നു. ഓ, എനിക്ക് പഴ തന്നിട്ട് പോയ ആള് തിരിച്ചു വന്നോ? നീ മാറിക്കേ, ഞാനിത് കൊണ്ടേ കൊടുക്കട്ടെ. നിക്കമ്മേ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. നിനക്ക് എന്ത് ചോദിക്കാനുണ്ടെങ്കിലും അത് ഞാനിത് കൊണ്ടുപോയി കൊടുത്തതിന് ശേഷം ചോദിക്കാം. അമ്മ പോകല്ലേ, നിക്ക്. ഓ, പോയി. എന്താടാ നീ എന്തിനാ അമ്മയുടെ പുറകെ നടക്കുന്നേ? ഏട്ടത്തിക്കെങ്കിലും ചോദിക്കാൻ തോന്നിയില്ലോ. ഇന്നലെ ഇവിടെ എന്തായിരുന്നു? വല്ലതും സംഭവിച്ചോ? എന്ത് സംഭവിക്കാൻ? നീ എന്താ അങ്ങനെ ചോദിച്ചേ? ഒരു കുരുട്ട് എനിക്ക് സമാധാനം തരുന്നില്ല, അതുകൊണ്ട് ചോദിച്ചതാ. ഏട്ടത്തി കാര്യം പറ, ഇന്നലെ ഇവിടെ എന്താ ഉണ്ടായേ? ഇതിൽ കൂടുതൽ എന്തുണ്ടാവാൻ? ഇനി ഒന്നും ബാക്കിയില്ല. ദൈവമേ, ഇനി അശുവേട്ടൻ വേറെ വല്ലവരും വിളിച്ചോണ്ട് വന്നോ? എടാ പോടാർക്കാനായിട്ട്. ചുമ്മാ ചോക്ക് ചോക്ക്. ചേട്ടത്തി കാര്യം പറ. നിന്റെ ചേട്ടനുള്ള പണി വന്നിട്ടുണ്ട്. ഇന്നലെ അവനെ കിട്ടാത്ത കാരണം എന്നോട് ബ്ലാബ്ല അടിച്ച് എന്റെ ഉറക്കവും പോയി. ചേട്ടത്തി പറഞ്ഞതിന്റെ സാരാംശം എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. ഇതിലും വൃത്തിക്ക് ഞാൻ എങ്ങനെയാടാ നിനക്ക് പറഞ്ഞു തരുന്നത്? പറയുന്നതിലും നല്ലത് കാണിച്ചു തരുന്നതാ. ദേ അങ്ങോട്ട് നോക്കൂ. ഈ കുരിശോ? ഇതപ്പോ ലാൻഡ് ചെയ്തു? ഇന്നലെ മുത്തശ്ശനോട് വന്നതാ. ബാക്കിയുള്ളവര് പുറകെ വരും. ഹായ് ഋഷി, എന്തുണ്ട് വിശേഷം? സുഖല്ലേ? ഇതുവരെ കുഴപ്പമില്ലായിരുന്നു. ഇനി അങ്ങോട്ട് എങ്ങനെയാവും അറിയില്ല. എന്താ? ഒന്നുമില്ല പൂജ, ഞാൻ ഒറ്റയ്ക്ക് സംസാരിച്ചതാ. ഞാൻ നിന്റെ കഴിഞ്ഞ് മൂത്തതാ, എന്നിട്ട് ഇപ്പോഴും എന്റെ പേരാണോ വിളിക്കുന്നത്? ഒരു വയസ്സല്ലേ? ഏജ് ജസ്റ്റ് എ നമ്പർ, ഇറ്റ് ഡസ് നോട്ട് മാറ്റർ. ഏട്ടത്തി, അവൻ മൂടി തന്നെയല്ലേ ഉള്ളേ. ഞാനിപ്പോ വരാവേ. നീ വീട് ഓഫീസാക്കി മാറ്റുവാണോ? നിന്റെ ജോലിയില് ഞാൻ ഇടപെടാൻ വരുന്നില്ലല്ലോ, അതേപോലെ എന്റെ ഇതിൽ നീ വരണ്ട. ഓക്കെ, ഇടപെടാൻ വരുന്നില്ല. എനിക്ക് ഇടപെടാൻ പറ്റിയ വേറൊരു കാര്യമുണ്ട്, അതിനു വേണ്ടി ഞാൻ ഇവിടെ വന്ന്. താഴെയുള്ള സാധനത്തിനെ എന്റെ ഏട്ടത്തിയായിട്ട് ഞാൻ അംഗീകരിക്കില്ലെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിനിപ്പോ ഞാൻ എന്ത് വേണം? എന്ത് വേണമെന്നോ? സത്യം പറഞ്ഞാൽ എനിക്ക് നിന്റെ പ്രശ്നം മനസ്സിലാവുന്നില്ല. ആമി, അവള്. നീ കൂടി ഇനി തുടങ്ങണ്ട, നിനക്കറിയാലോ എന്താന്ന്. എന്തറിയാന്ന്? എടാ പുന്നാറ് മോനെ, നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവരുടെ കാര്യം നീ നിന്റെ ലൈഫിലേക്ക് എടുത്തിടരുതെന്ന്. നിനക്ക് പറയാൻ എളുപ്പാ, പക്ഷെ ഇതൊന്നും നടക്കില്ല. ഓഹോ, അങ്ങനെയാണല്ലേ? എന്നാലേ നീ കേൾക്കേണ്ടത് അവരെ അല്ല. നിനക്ക് ആമയെ ഇഷ്ടല്ലേ? അത് മാത്രം നീ നോക്കിയാ പോരെ. അങ്ങനെ ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു നിന്നോട്? ഇല്ലല്ലോ. മോനെ ദേവമാഹിറെ, അവളെ ഇഷ്ടമല്ലെന്നാ നീ പറഞ്ഞു വരുന്നതെങ്കിൽ അത് വേണ്ട. കുറച്ചു മുമ്പായിരുന്നെങ്കിൽ അത് ഞാൻ വിശ്വസിച്ചനെ, പക്ഷെ ഇപ്പം നടക്കൂല. അവളെങ്ങനെയാ നമ്മുടെ കമ്പനി കയറിയെന്നല്ല ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് നീ കൂടുതൽ എക്സ്പ്രഷൻ ഇടണ്ട. അതിന് ഞാൻ എന്താ ചെയ്തേ? മോനൊന്നും ഓർമ്മയില്ലല്ലേ? സാമെല്ലാം എന്നോട് പറഞ്ഞു. എന്നിട്ടും നിനക്ക് ഓർമ്മ വരുന്നില്ല ആണെങ്കിൽ ഞാൻ ഓർമ്മപ്പെടുത്താം. ഒരു 6 മാസം മുമ്പ്, കറക്റ്റ് പറയുവാണെങ്കിൽ സെപ്റ്റംബർ 16. Just a second, ma'am. Let me check. Yeah, sure. ഇതിനെ ഞാൻ എവിടെയോ. ഇവളെന്താ ഇവിടെ? എന്ത് പറ്റി സാർ? പോകുന്നില്ലേ? ആ പെണ്ണെന്താ ഇവിടെ? ആര്? ഓ, അഹല്യ. അവൾ ഇന്റർവ്യൂവിന് വേണ്ടി വന്നതാ. ഇന്റർവ്യൂ? എന്നിട്ട് എന്തായി? ആൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എല്ലാം ഉണ്ട്, പക്ഷേ 1 ഇയറിലേക്ക് മാത്രമേ നിൽക്കുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ആരും എടുക്കാറില്ലല്ലോ. അതുകൊണ്ട് ഫോർമലായിട്ട് ഒരു ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം കാര്യം പറഞ്ഞു വിടാൻ വേണ്ടിയാ. സാർ, നമ്മുടെ പോളിസി അനുസരിച്ച് മിനിമം 4 കൊല്ലമെങ്കിലും വേണം. Just do what I say. That does not matter for me. Okay, sir. എന്നിട്ടും എന്ത് പട്ടി ഷോയാണ് നീ അവളുടെ മുന്നിൽ കാണിക്കുന്നേ? നല്ല പോലെ ചിന്തിക്കുക, എന്നിട്ട് ഒരു ആൻസർ കണ്ടുപിടിക്കും. അപ്പോൾ ചേട്ടൻ പോവാണ്.
എന്തെങ്കിലും ഒന്ന് നടക്കാതിരുന്നിട്ടുണ്ടോ? ഐ ആം പ്രൗഡ് ഓഫ് യു മൈ ബോയ്. അങ്ങനെ നിന്റെ ചേട്ടന്റെ കാര്യം ശരിയായി. ഇനി എപ്പോഴാടാ നിനക്ക് കെട്ടൊന്നും വേണ്ടേ? വേണം വേണം, കെട്ടാൻ പറ്റിയ ഒരു സാധനത്തെ ഞാൻ കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട്. അതാരാടാ? എന്നിട്ട് നീ എന്നോട് പറഞ്ഞില്ലല്ലോ. അതിനത് പോസിറ്റീവ് ആയിട്ടല്ല ചേട്ടത്തി, അതുകൊണ്ടാ. ഓക്കെ, നീ ആളാരാന്ന് പറ. നമ്മുടെ ആമിയില്ലേ, അവള്. അത് പറ്റില്ല, അത് മാഹിയുടെയാ. നിനക്കെപ്പോഴാണ് അവളോട് ഫീലിങ്സ് തോന്നി തുടങ്ങിയേ? തോക്കി കയറി വെടിവെക്കാതെ ഏട്ടത്തി, ഞാൻ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞില്ല. അവളല്ല, അവൾക്കൊരു പെങ്ങളുണ്ട്, അവളുടെ കാര്യം പറഞ്ഞു വരുന്നേ. അടിപൊളി. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഇനി തൃശ്ശൂർ പൂരം കാണാൻ വേണ്ടി അവിടെ വരെ പോകേണ്ട ആവശ്യമില്ല. ചേട്ടത്തി അങ്ങനെ പറഞ്ഞൂടാ.